അസ്ലമോയമാണ്. ഒക്ടോബർ മന്ത് ഇന്ത്യയിൽ എവിടേക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒക്ടോബർ മാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെസ്റ്റിവലിൻ്റെ മാസമാണ്. ദസറയും പൂജയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ദീപാവലിയൊക്കെ വരുന്ന മനോഹരമായ സമയം. നമ്മുടെ നാട്ടിലുള്ള ഫെസ്റ്റിവലിനെക്കാട്ടും കൂടുതൽ ഈ ആഘോഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായിട്ട് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് പോകണം. അത് കൊൽക്കത്തയിലാണെങ്കിലും അതുപോലെ തന്നെ രാജസ്ഥാനാണെങ്കിലും ദീപാവലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ എല്ലാ ആ രീതിയിൽ ആഘോഷിക്കുന്ന കാണാൻ പറ്റും, നിങ്ങൾക്ക് പറ്റും, അതിൻ്റെ ഭാഗമാകാൻ പറ്റും. അതൊരു ഹാപ്പിനെസ്സിൻ്റെ അതുപോലെ തന്നെ ആളുകൾ ഒത്തുകൂടുന്നതിൻ്റെ ഒരു ഉത്സവമായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് മൺസൂണാണ്, ഗ്രീനറിയാണ് എല്ലായിടത്തും കാണാൻ പറ്റാം. കേരളത്തിലെ ഇടുക്കി, വയനാട്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. വയനാട് എന്നും എൻ്റെ കേരളം എന്നും സുന്ദരം എന്നുള്ള മനോഹരമായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഓപ്പണാണ്. ഇന്നൊക്കെ ആയിട്ട് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവർക്ക്, ഗ്രീനറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവർ, ആഫ്റ്റർ മൺസൂണിൻ്റെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവർ നിർബന്ധമായിട്ടും ഈ പൂജാ ഹോളിഡേയ്സിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. കർണാടകയിലെ മൈസൂരിൽ ദസറ നടക്കുന്നുണ്ട്. ഒക്ടോബർ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മനോഹരമായ ആഘോഷത്തിൽ ഒരുപാട് ഡ്രോണിനെ കൊണ്ടുള്ള ഒരുപാട് വിസ്മയങ്ങൾ, അതുപോലെ തന്നെ ലൈറ്റിനെ കൊണ്ടുള്ള ഒരുപാട് വിസ്മയങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മൈസൂരിലേക്ക് നമുക്ക് പോകാൻ പറ്റും. റൂമൊക്കെ കുറച്ച് പൈസ കൂടുതലേക്കും ആളുകൾ കൂടുതലേക്കും, പക്ഷേ ആ ഫെസ്റ്റിവൽ മൂഡിൽ നിങ്ങൾക്കത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം. അതുപോലെ തന്നെ കൂർഗ്, കുടജാദ്രി, ചിക്കമാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഗ്രീനറിങ്ങൊക്കെ എവിടെയും കാണാൻ പറ്റും. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ പൂണ്ടി, കൂക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലൊക്കെ പച്ചപ്പുള്ള മനോഹരമായ കാഴ്ചകളും കാണാൻ പറ്റും. ഇനി മസനഗുഡി വഴി ഊട്ടി പോകുകയാണെങ്കിൽ പോലും പച്ചപ്പുള്ള ഗ്രീനറി ആയിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാടുകളും കാണാൻ പറ്റും. അതിൽ കൂടെയുള്ള യാത്ര തന്നെ മനോഹരമായിരിക്കും. അത് വാൾപ്പാറ നമുക്ക് പോകാൻ പറ്റും. വായച്ചാൽ, വാൾപ്പാറ, പൊള്ളാച്ചിയിലെ 42 ഹെയർപിൻ പിന്നിട്ടുള്ള യാത്രകളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. മേഘമല, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ, കൊല്ലി ഹിൽസ്, ഇതൊക്കെ നിങ്ങൾ ഒരു റോഡ് ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗ്രീനറി ഇങ്ങനെ കുറഞ്ഞു വരാൻ പോകുന്ന സമയമാണ് ഒക്ടോബർ അവസാനമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഗ്രീനറി ഇങ്ങനെ അടിപൊളി സ്റ്റേബിളായി നിൽക്കുന്ന സമയത്ത് കൂടി യാത്ര ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. പിന്നെ തെലങ്കാന, ആന്ധ്രാപ്രദേശൊക്കെ യാത്ര ചെയ്യുന്നവർ ഹൈദരാബാദ് ബെസ്റ്റ് കൂൾ ടെമ്പറേച്ചറിലേക്ക് വരുന്നു, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗണ്ടിക്കോട്ട എന്നുള്ള സുന്ദരമായിട്ടുള്ള കാനിയോൺ, ഗ്രാൻഡ് കാനിയോണിൻ്റെ വേറൊരു ഭാഗം പോലെ ഗണ്ടിക്കോട്ടം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വാറങ്കൽ ഫോർട്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മൾ പ്ലസൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ചൂടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററിപരമായിട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും ഇങ്ങോട്ട് പോകാൻ പറ്റും. ഇനി ഗോവ, മഹാരാഷ്ട്ര. ഗോവ നമുക്കറിയാം, നൈറ്റ് ലൈഫിൻ്റെയും ബീച്ചിൻ്റെയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവർക്ക്, അത് രാവിലെ ബീച്ചും മറ്റുമൊക്കെ ഭയങ്കര പ്ലസൻറ്റ് ടെമ്പറേച്ചറുണ്ട്, വലിയ ചൂടില്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ മഹാരാഷ്ട്രയിലെ ലോനാവാലിയും അതുപോലെ തന്നെ ഹരിയർ ഫോർട്ടും അങ്ങനെയുള്ള മഹാബലേശ്വറും ഒക്കെ ഗ്രീനറിയാണ്. മഴ കഴിഞ്ഞ് ആ ഒരു പച്ചപ്പ്, വേറത്തെ പച്ചപ്പം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇനി ഗുജറാത്തിൽ ഗർബ ഡാൻസ് ഫെസ്റ്റിവൽ അഹമ്മദാബാദ് നടക്കുകയാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിപാടികൾ. അതുപോലെ തന്നെ കൊൽക്കത്തയിൽ പൂജാ ഹോളിഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ്, ഒത്തിരി ഫെസ്റ്റിവൽ പ്രോഗ്രാംസുകളൊക്കെ നടക്കുന്നുണ്ട്. കൊൽക്കത്ത എന്ന് പറയുന്നത് ഒരു മുമ്പത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്നതിനപ്പുറത്ത് ഒരു പഴമയുടെയും പുതുമയുടെയും ഒരു മിശ്രിതമാണ് കൊൽക്കത്ത. ആ കൊൽക്കത്തയിലെ നമ്മുടെ ആ തെരുവിൽ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാക്കാൻ പറ്റും. നിർബന്ധമായിട്ടും കൊൽക്കത്ത എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നോർത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നമ്മുടെ സമ്മറിൻ്റെ അവസാനം, അതായത് വിൻ്ററിനെ കാത്തിരിക്കുന്ന നവംബർ, ഡിസംബറൊക്കെ വിൻ്ററിന് കാത്തിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും പച്ചപ്പ് കുറഞ്ഞു വരുന്ന സമയമാണ്. റോഡുകളൊക്കെ ഓപ്പൺ ആവുന്നത്, ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയമാണ്. മഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ റോഡൊക്കെ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒക്ടോബർ മന്തിൽ നിങ്ങൾ സ്പിറ്റി യാത്ര, ലഡാക്ക് യാത്രയ്ക്ക് പോകുന്നവർ റൗണ്ട് ട്രിപ്പ് പോലെ നാർക്കണ്ട, ഷിംല വഴി പോയി മണാലി വഴി ഇറങ്ങുന്ന മനോഹരമായിട്ടുള്ള സ്പിറ്റി വാലി യാത്ര, കശ്മീർ പോയി മണാലി വഴി ഇറങ്ങുന്ന മനോഹരമായ ലഡാക്ക് യാത്ര, ഇതൊക്കെ നടത്താൻ പറ്റുന്നവർക്ക് ഒക്ടോബർ അവസാനം വരെയാണ് മാത്രം നടത്തുക. ചിലപ്പം ഇൻ ബിറ്റ്വീൻ നടക്കുമായിരിക്കും, ചിലപ്പം ക്ലോസ് ചെയ്തിരിക്കും. പക്ഷേ ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യാത്ര, ആ റൗണ്ട് ട്രിപ്പ് നടത്താമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഈ സമയത്ത് പോവുക. ഭയങ്കര പ്ലസൻറ്റ് ടെമ്പറേച്ചറായിരിക്കും. ദർ ഇസ് നോ ലാൻഡ് സ്ലൈഡ്. വളരെ സുന്ദരമായിട്ട്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ സീസണൊക്കെ അവസാനിക്കുകയാണ്. ആപ്പിൾ കൊയ്തെടുക്കുന്ന സമയം, ആപ്പിളിൻ്റെ വിളവെടുപ്പൊക്കെ അവസാനിക്കുന്ന സമയമാണ് ഒക്ടോബർ. ആ സമയത്ത് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഡൽഹി, പഞ്ചാബ്, വാരണാസി, ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം യാത്ര പ്ലാൻ ചെയ്യുമ്പം ചൂടൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഒക്ടോബർ ആകുമ്പം തണുപ്പിനെ വരവേൽക്കാൻ നിൽക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും പ്ലസൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വരും. നമുക്ക് ആ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും. അത് ഫെസ്റ്റിവൽ ടൈമാണ്. വാരണാസിയിലൊക്കെ നമ്മൾക്ക് ഗംഗാരതിയൊക്കെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അത് ആ രീതിയിൽ ആഘോഷമായിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി കശ്മീരിൻ്റെ താഴ്വാരങ്ങളിൽ കൂടിയൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, മഞ്ഞ് വീണ താഴ്വാരങ്ങൾ വരാൻ പോവുകയാണ്. അതിനു മുമ്പ് പച്ചപ്പുള്ള താഴ്വാരങ്ങൾ,
പച്ചപ്പ് ഇങ്ങനെ ഷെയ്ഡായി പോകുന്ന സമയം കാണാൻ പറ്റും. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ മന്താണ്. ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പച്ചപ്പൊക്കെ മാറി അതിൻ്റെ മേലെ മഞ്ഞ് വീണ് പിന്നെ വേറൊരു ഡ്രൈ സീസൺ പോലെ ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് പോലെ നമുക്ക് തോന്നുക. സ്വാഭാവികമായിട്ടും ആ യാത്ര പോകുന്നവർ അങ്ങനെ പ്ലാൻ ചെയ്യുക. രാജസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കര ചൂടുന്നതൊക്കെ മാറി ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ സമയങ്ങളൊക്കെ രാജസ്ഥാൻ്റെ ഫെസ്റ്റിവലിൻ്റെ സമയമാണ്. അതിനേക്കാളുപരി രാജസ്ഥാൻ്റെ പീക്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പം ഒക്ടോബർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഓഫ് സീസണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോധ്പൂരിലൊക്കെ അവിടെ ഒരു ഫോക്ക് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്, ഫോക്ക് ഡാൻസ് ഫെസ്റ്റിവലൊക്കെ, അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മനോഹരമായിട്ടുള്ള പ്ലസൻറ്റ് ടെമ്പറേച്ചറിൽ ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളുള്ള രജപുത്ത് രാജാക്കന്മാരുടെ ചരിത്ര നിർമ്മിതികൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആ രീതിയിൽ രാജസ്ഥാൻ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ ബെസ്റ്റ് ടൈമാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കാണാൻ പറ്റും. മനോഹരമായ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മൾക്ക് കുത്തൊഴുകുന്നതിന് പകരം ആ ഒരു വെള്ളച്ചാട്ടം, വീസ്റ്റോങ് വെള്ളച്ചാട്ടം, ദൗക്കി റിവർ ആണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോർത്ത് സിക്കിമും മറ്റു നാത്തുല പാസ്, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലുള്ള തവാങ്ങിലേക്കുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റും. റോഡൊക്കെ ഓപ്പണാണ്. ഈ സമ്മർ കഴിഞ്ഞ് അതുപോലെ തന്നെ വിൻ്ററിനെ വരവേൽക്കുന്ന സമയമാണ്. നവംബർ ആകുമ്പോൾ ഇതൊക്കെ ക്ലോസ് ആവും. അപ്പോൾ ആ രീതിയിലും യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഒക്ടോബർ മന്ത് ഇസ് ദ ബെസ്റ്റ് മന്താണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക. ഞാൻ അടുത്ത മാസം മുതൽ വിൻ്ററിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും അതിന് വരവേൽക്കുക. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുക. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. നമുക്കെല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ. അതിനേക്കാളുപരി ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള വെതർ, കാലാവസ്ഥ, ഗ്രീനറി, ഇതൊക്കെയുള്ള മനോഹരമായിട്ടുള്ള റോഡൊക്കെ ഓപ്പൺ ആവുന്ന, എല്ലാം ക്ലോസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഒക്ടോബർ. റോഡിൽ കൂടി നാട് കണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് ഏതൊരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അനുഭവമുള്ള യാത്രയാണ്. യാത്രകൾ പല രീതിയിൽ നടത്തുന്നവരുണ്ട്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് പോകുന്നവർ. യാത്രയാണ് ലക്ഷ്യം, മാർഗ്ഗങ്ങൾ എന്തുമാവാമെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബൈക്കിലെ യാത്രകൾക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുറസായ വാഹനത്തിൽ പ്രകൃതിയിലേക്ക്, മനുഷ്യരിലേക്ക് ആ കാറ്റും നുകർന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിൽ തന്നെ ബുള്ളറ്റ് യാത്രകൾ, ബൈക്കിൽ ഹിമാലയത്തിലേക്കും അതുപോലെ തന്നെ ദിക്കുകളില്ല ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് പേര്, സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുന്ന ഒരുപാട് പേര്. ആ സ്വപ്നങ്ങൾക്ക് പിറകെ ഇതുപോലെ ഭാണ്ഡം കെട്ടി പിറകിലിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതുവരെ കാണാത്ത മനുഷ്യരിലേക്ക്, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ദിക്കുകളിലേക്ക് ഒക്കെ പോയി നിന്ന് ആ പ്രകൃതിയുടെ സുന്ദരമായ നിമിഷത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. യാത്രകൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള, സന്തോഷമുള്ള നിമിഷങ്ങൾ സമ്മാനിക്കുക തന്നെ ചെയ്യും. സ്വാഭാവികമായിട്ടും ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച കുടുകുടു വണ്ടിയിൽ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലെത്തിക്കുക. ഗുഡ് ബൈ.